മാത്സിൽ പുലിയായിട്ടുള്ള ഒരാളെ നമ്മൾ മാത്തമെറ്റീഷ്യൻ എന്ന് വിളിക്കും. പക്ഷെ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മാത്ത് മ്യൂസീഷ്യനെയാണ്. കുട്ടികളെ ടഫായിട്ടുള്ള മാത്തമാറ്റിക്സ് ഫോർമുലകളെയൊക്കെ നല്ല സ്റ്റൈലായിട്ട് പാട്ടുപാടി പഠിപ്പിക്കുന്ന AD സർ അല്ലെ, മിസ്റ്റർ ആദർശ്. 1+1 2s max ഇത് മാത്രമാണ് ശരിക്കും നമുക്കറിയാവുന്ന ഒരു മാത്തമാറ്റിക് ഫോർമുല. പക്ഷെ ശരിക്കും ഈ ഒരു മ്യൂസിക്കൽ ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത്? ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സോങ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഈ സാധ്യത ലിറിക്സ് അറബിക്കോ വേറെ ഏതൊരു ലാംഗ്വേജ് ആണ്. അപ്പൊ അത് നമ്മൾ ഓർത്തിരിക്കുന്ന ആ ഒരു ബീറ്റ് കാരണം മാത്രമാണ്. ഇപ്പം 1+1 2 max എന്നുള്ള ആ ട്യൂണിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ട് പ്ലേസ് ചെയ്യാം. x² - y² = x+y × x-y. ഈ ടെക്നിക്കാണ് AD സാറിന്റെ മെയിൻ. പാട്ട് പലതരത്തിലാണ് കേട്ടോ. ഓട്ടം തുള്ളൽ വരെ വെച്ച് മാത്തമാറ്റിക് ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? അതെ, ഓട്ടം തുള്ളലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ കുട്ടികളെ നമ്മുടെ പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് എതിർവശങ്ങൾ സമാന്തരായാൽ അതിനെ വിളിക്കാം സാമാന്തരികം, ഓപ്പോസിറ്റ് സൈഡുകൾ പാരലലായാൽ അതിനെ വിളിക്കാം പാരലലോഗ്രാം, ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആകും, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആകും. ആരും മറക്കില്ല എന്നുള്ളതാണ് ഇതുപോലൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ. ചാക്കോ ഭാഷ ചൂരിൽ വെച്ച് പഠിപ്പിച്ചിട്ടുള്ള അതേ മാത്തമാറ്റിക്സിനെയാണ് ഈ AD സാറ് ശരിക്കും പാട്ടിലാക്കിയത്. ഇതിന് പിന്നിൽ നമ്മുടെ AD സാർ പഠിച്ചിട്ടുള്ള തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് കോഴിക്കോട്. അവിടെ നിന്ന് ഒരു കഥ പറയാറുണ്ട് അല്ലെ? അതെ, തിരുവങ്ങൂർ സ്കൂളിലെ നാടകങ്ങൾ എല്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും നിറസാന്നിധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ശിവദാസ് മാഷ നാടകം എല്ലാ വർഷവും അത്രയും ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പണ്ട് മുതലേ തിരുവങ്ങൂർ സ്കൂളിന്റെ നാടകങ്ങൾ കാണുക, അതുപോലെ തന്നെ തിരുവങ്ങൂർ സ്കൂളിന്റെ നാടക കളരിയിലൊക്കെ ഒന്ന് പോയിരിക്കുക എന്നൊക്കെയുള്ളത് ഒരു ശീലമായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളെ ആരും ചൂരിൽ കൊണ്ടല്ല അടക്കിയിരുത്തുന്നത്, പാട്ടും കളികളും അതുപോലെ താളവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ ജനിച്ചു വളർന്നത് ചേമഞ്ചേരി പൂക്കാടാണ്. അപ്പൊ പൂക്കാട് കലാലയത്തിന്റെ അവധിക്കാല കുട്ടികളുടെ നാടക ക്യാമ്പ് ഉണ്ട്, കളിയാട്ടം എന്ന് പറഞ്ഞിട്ട്. അതിൽ മനോജേട്ടനാണെങ്കിലും 3ാം ക്ലാസ് മുതൽ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളെ എല്ലാവരും ഒരുമിച്ച് ഒരു 300ഓളം കുട്ടികൾ ഒരുമിച്ചിരുത്തിയിട്ട് അവർ അടക്കിയിരുത്തുന്നത് ഒരു ചൂരിലോ അല്ലെങ്കിൽ ഒരു ചീത്ത വാക്കോ പറഞ്ഞിട്ടല്ല. അത് കണ്ടിട്ടാണ് ഈ ഒരു പഠിപ്പിക്കുന്നതിൽ എങ്ങനെ തിയേറ്ററിന്റെ എലമെന്റ്സ് കൊണ്ടുവരാന്ന് ആലോചിച്ചത്. കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള ആ എലമെന്റിനെ ടീച്ചർ ആയ സമയത്ത് അങ്ങ് എടുത്തു അല്ലെ? അങ്ങനെയാണ് ഈ AD സാർ ഹിറ്റ് ആയത്. അതെ, ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഒരു അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. കാരണം 15 സെക്കൻഡ് മുതൽ ഒരു 30 സെക്കൻഡ് വരെയുള്ള റീൽസ് കണ്ട് ശീലിച്ചിട്ടുള്ള മക്കളാണ്, അല്ലെങ്കിൽ ഷോർട്സ് കണ്ട് ശീലിച്ചിട്ടുള്ള മക്കളാണ്. അപ്പൊ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക ആ ഒരു ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്താണോ ട്രെൻഡിങ് അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ മാത്സിനെ പ്രസന്റ് ചെയ്യാന്നാണ് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ഓൾറെഡി കുട്ടികൾക്ക് ഒരു മുൻവിധി ഉണ്ട്, മാത്സ് എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള പഠിപ്പിസ്റ്റിന് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണെന്നുള്ളത്. പക്ഷെ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം നമ്മുടെ സിനിമകളാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു പൊതുസമൂഹമാണെങ്കിലും മാത്സിനെ അങ്ങനെയാണ് ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന കുട്ടീനെ മുന്നിലേക്കാണ് നമ്മൾ ക്ലാസ്സിലെടുക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചാക്കോ മാഷാണ് അല്ലെ? ചാക്കോ മാഷ് അല്ലാത്തൊരു മാഷിനെ ഇപ്പോഴായിരിക്കും കാണുന്നത്. അത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അതായത് ചൂരിലില്ലാതെ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു തുടക്കം മുതലുള്ള ആലോചന എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ ഒരുപാട് പേര് ഈ അധ്യാപക കാരണം ഉണ്ടായിട്ടുള്ള ട്രോമകളെ കുറിച്ചൊക്കെ എന്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് എന്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ടീച്ചർ ആവരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. നിരാശ കാമുക ലോകത്തിൽ ഒരു പ്രധാനിയായി നിന്നു, പരീക്ഷയിൽ ഞാൻ തുന്നം പാടില്ലേ, സപ്ലികൾ തീർത്തൊരു കൊട്ടാരത്തിൻ മുന്നിൽ പകച്ചു നിന്നു, മാതാപിതാക്കൾ ഗുണ്ടകളായില്ലേ. എന്തിനേയും പാട്ടിലാക്കുന്ന ഈ AD സാറിന് നമുക്കൊരു ചാലഞ്ച് കൂടി കൊടുക്കാം അല്ലെ? നമുക്ക് ഏറ്റവും ടഫ് ഉള്ള മാത്തമാറ്റിക്സിൽ ഒരു ഫോർമുല ഏതായിരുന്നു? അത് കമന്റ് ചെയ്യണം താഴെ. നമുക്ക് AD സാറിനെ കൊണ്ട് അത് പാട്ടിലാക്കിയാലോ? ചലഞ്ച് അക്സെപ്റ്റഡ്.